നമസ്കാരം. മെഴ്സിലെസ് ഐസ്ക്രീം മാജിക്കിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് തുടരും സിനിമയിലെ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വളരെ ക്യൂട്ടായിട്ടുള്ള വെരി ടാലന്റഡ് അമൃത വർഷിനി. ലെറ്റ്സ് വെൽക്കം അമൃത. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. സുഖം തന്നെ. റിയലി ഹാപ്പി. പക്ഷേ 10th ഒക്കെ നടക്കുവാണ്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത്. പക്ഷേ നമുക്കത് ക്രോസ് ചെയ്യാതെ നിവർത്തിയില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ അങ്ങ് മൊത്തത്തിൽ സന്തോഷമാണ്. അപ്പൊ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. യെസ്, ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നമുക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കുന്നത്? നമുക്ക് ബനോഫി കപ്പ് ഉണ്ടാക്കാം. ഓ, എനിക്ക് ബനോഫി ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവർ ആണ്. ബനോഫി ബനോഫി പൈ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ ബനോഫി എന്നൊരു പേര്? എനിക്കൊന്ന് ടോഫി അറിയാം. ഞാൻ ബനാന ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ടോഫി ആണ് ബനോഫി. അപ്പൊ ആ പയ്യരെ ഒരു ഫ്ലേവറും കിട്ടും, എന്നാൽ മെഴ്സിലെസിന്റെ ഒരു ട്വിസ്റ്റും വരുന്നുണ്ട് അതിനകത്ത് നമ്മുടെ റെസിപ്പിയിൽ. ഓഫ് കോഴ്സ്, ട്വിസ്റ്റ് ഇല്ലാത്തൊരു പരിപാടി നമ്മുടെ ഷെഫിന് ഇല്ല. ഓക്കെ, ആ ഫ്ലേവറിംഗ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാനും ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കാനായിട്ട് മെഴ്സിലെസിന്റെ മജസ്റ്റിക് ബാർ യൂസ് ചെയ്യാം. ഇതിനകത്ത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൽ ഡാർക്ക് ചോക്ലേറ്റും ആൽമണ്ട് ബിറ്റ്സും കൂടി കോട്ട് ചെയ്ത് വരുന്നതാണ്. ബട്ടർ സ്കോച്ച് ഇഷ്ടമല്ലേ? യെസ്. എന്താണ് ഈ റിയൽ ബട്ടർ സ്കോച്ച് എന്നറിയോ? ബട്ടർ അതെ, ഏകദേശമൊക്കെ ശരിയാണ്. ഒരു കാരമലൈസ് പ്രോസസ്സിലൂടെ ബട്ടർ കടന്നു പോകുന്ന അപ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവറാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് ചേർത്തും ഐസ്ക്രീംസ് ഉണ്ടാക്കാം. അറിയാലോ, മെഴ്സിലീസ് എപ്പോഴും റിയൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഒത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ യൂസ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് ഇല്ല. ചേച്ചി, എനിക്കൊരു പാട്ട് പാടിത്തരണം. അയ്യോടാ, ഏത് പാട്ടാ ഇഷ്ടം? എങ്ങനത്തെ പാട്ടാ ഇഷ്ടം? പഴയ പാട്ട് മതി. പഴയ പാട്ടാണ് ഇഷ്ടം. ഓക്കെ, ഇത്രയും പറഞ്ഞല്ലേ, നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്താലും ആൾക്ക്. ജെൻസി ടീമിന് പറ്റിയ ഒരു സ്പെഷ്യൽ യൂണീക് ഫ്ലേവർ നമുക്ക് കൊടുക്കാം. ഓക്കെ, മിന്റിമേറ്റ് ബാർ കൊടുക്കാം നമുക്ക്. മിന്റിമേറ്റ്, അപ്പോൾ അത് മിന്റ് ഫ്ലേവേർഡ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് കോട്ടിംഗും വരുന്നത്. മിന്റിമേറ്റ്. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ എൻജോയ്. യെസ്, ഓഫ് കോഴ്സ്. അമ്മേ, ഓ, അതിന്റെ ലവ് ഹാർട്ട് ഷേപ്പ് ഒക്കെ. യെസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ മിന്റിമേറ്റ് കഴിച്ചുകൊണ്ട് പാട്ട് കേൾക്കാം. യെസ്, റെഡി? യെസ്. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയോ അണിയോ അഭിലാഷ പൂർണിമേ. പോരെ? ഓക്കേ. എങ്ങനെയുണ്ട് നമ്മുടെ മിന്റിമേറ്റ്? എങ്ങനെയുണ്ട്? ഇറ്റ്സ് ആക്ച്വലി മിന്റി. അതിൻ്റെ കൂടെ ചോക്ലേറ്റ് മിക്സ്ചർ ആൻഡ് യൂണീക് ഫ്ലേവർ അല്ലേ? ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. നെവർ. ഓക്കെ, അപ്പൊ ഇത് നടക്കുന്ന സൈഡിൽ കൂടെ നമുക്ക് ഈ കുക്കിംഗ് കൂടെ നടത്തട്ടെ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഷിലേക്ക് കയറാം. നേരത്തെ പറഞ്ഞ പോലെ മജിസ്ക ബാർ വേണം. പിന്നെ ടോഫി എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയോ? ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് പ്രഷർ കുക്കിൽ ചെയ്തിട്ട് എക്സാക്ട്ലി അതാണ് ടോഫി. പിന്നെ നമുക്ക് അതിന് ബേസ് കൊടുക്കാനായിട്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് വേണം. ഇതൊന്ന് പൗഡർ ചെയ്തെടുക്കണം. പിന്നെ ബനാന വേണമല്ലോ, ബനാന സ്ലൈസ് ചെയ്തെടുത്തത്. ഏറ്റവും നല്ലത് റോസ്റ്റ് ബനാന ആണ്. ഞാൻ അറിയാം. ഇനി ടോഫി ഉണ്ടാക്കിയത് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇടാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഫൈനലായിട്ട് മെഴ്സിലെസിന്റെ മജസ്റ്റിക് ബാർ. ഓക്കേ, ആ ബാറ് മുറിച്ചെടുത്തു. ഓക്കെ, നമുക്കതിന് ടോപ്പ് ചെയ്യാം. ഓക്കെ. ഞാൻ തന്നെ ഉണ്ടാക്കിയ ബനോഫി കപ്പ് റെഡി ആയിരിക്കുകയാണ്. അത് ട്രൈ ചെയ്യാനായി ഞാൻ ഷെഫിനെയും
അമൃതയും ക്ഷണിക്കുന്നു. ഇങ്ങനെയുണ്ട് ആദ്യമായിട്ടല്ലേ ബനോഫിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. എന്തൊക്കെ ടേസ്റ്റ് വരുന്നുണ്ടോ? വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് മാജിക്, ഐസ്ക്രീം മാജിക്. ദിസ് ഇസ് മെജസ്റ്റിക്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം, ഒരു രക്ഷയില്ല. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ബനോഫി പൈ കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി അത് മേടിക്കാൻ പോകാനൊന്നും നിൽക്കണ്ട, ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ഡിഷുമായിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം